ഈ ബാറ്ററി വണ്ടിയുടെയൊക്കെ ഒരു എവല്യൂഷൻ എവിടം വരെ എത്തിക്കാണ് ഇപ്പോൾ? ബാറ്ററി ലൈഫും കൂടുതൽ റേഞ്ചും ഉള്ള ബാറ്ററീസാണ് ഇപ്പം പല കമ്പനികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഫ്ലൈറ്റ് വെച്ചൊരാളെ പരിചയപ്പെട്ടു. ഫിൻലൻഡിൽ ഒരു മലയാളിയാണ്. ഫിൻലൻഡിൽ ബാറ്ററിയുടെ ഒരു കമ്പനി ജോലി ചെയ്യുന്ന മലയാളിയാണ്. പുള്ളി പറയുന്ന അവിടെ കാണുന്ന പരീക്ഷണങ്ങൾ കണ്ട ഞെട്ടിപ്പോൾ. പുള്ളി പറയുന്ന 1800 കിലോമീറ്റർ റേഞ്ചുള്ള ബാറ്ററികളും മോട്ടറുകളും വരെ അവർ ഡെവലപ്മെൻ്റ് സ്റ്റേജിലുണ്ട്. എന്ന് പറയുമ്പോൾ വമ്പൻ വിപ്ലവത്തിലേക്ക് പോകുന്നത്. 5 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുകയും 1000 കിലോമീറ്റർ ഓടുകയും ചെയ്താൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കുമോ? അപ്പോൾ ഈ ഫോസിൽ ഫ്യൂലൊക്കെ അടി പോവോ? അത് പണ്ട് തൊട്ടേ എനിക്ക് തോന്നുന്നു അത്തരം രാജ്യങ്ങളല്ലേ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നത്. ഈ പെട്രോൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഇലക്ട്രിക് വിപ്ലവം വരണ്ടല്ലോ. കാരണം 1900 പോലും ഇലക്ട്രിക് വണ്ടി US എന്നിട്ട് ഇത്രയും കാലം ചവിട്ടി പിടിച്ചെങ്കിൽ അത് ഇവരുടെ ഒരു പ്രഷർ ആയിരിക്കാം. പിന്നെ വേറെ പരീക്ഷണങ്ങളില്ല. ഇപ്പം അമോണിയത്തിലോടുന്ന ഹൈഡ്രജൻ വന്നു. അങ്ങനെ എന്തൊക്കെയാണ് വരാൻ പോകുന്ന ഒരു പിടിയില്ല. തന്നെ ഒന്ന് ആലോചിക്കും ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വന്ന മാറ്റം. പണ്ടൊക്കെ നമ്മളൊരു സ്പീക്കറും ഒരു ഇതിപ്പോൾ എന്തൊക്കെയാണ്? വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാം, വീട്ടിൽ നിന്ന് ഓൺ ചെയ്യാം, വീട്ടിൽ നിന്ന് AC ചെയ്യാം, അതുപോലെ അലക്സ ഉപയോഗിച്ച് വണ്ടിക്കകത്ത് പാട്ട് കേൾക്കാം. എന്തൊക്കെ പരിപാടി നടക്കുന്നത്. അപ്പം പിടിവിട്ട പോക്കാം. ഒന്നും ഒരു 10 വർഷം കഴിഞ്ഞ് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല.